മോളെ, നീ എന്താ തീരുമാനിച്ചതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? എന്തു പറ്റി അച്ഛാ? അച്ഛന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണ് നിറയെ മാത്രമല്ല, ശ്രദ്ധിച്ചാൽ എന്റെ ഉള്ളിലെ സങ്കടക്കടൽ ഇരമ്പുന്നത് നന്നായിട്ട് കേൾക്കാം. എന്തിനാ മോളെ ഈ കല്യാണം വേണമെന്ന് പറഞ്ഞ്? അതുകൊണ്ടല്ലേ ഒരു സ്തംഭനാവസ്ഥ പോലെ അച്ഛന് സമ്മതം കൊള്ളേണ്ടി വന്ന്? ഒരുപക്ഷെ മാഡം നിന്റെ സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനിത് വേണ്ടാന്ന് പറഞ്ഞേനെ. അത്രയ്ക്ക് വെറുപ്പ എനിക്ക് അവനെ. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ അച്ഛാ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ എന്റെ അച്ഛൻ തോൽക്കാതിരിക്കാനാ, കൂടെ അഖിലാമ്മയുടെ ജയിക്കാനും. നിനക്ക് തെറ്റി. ഇപ്പോഴാണ് നിന്റെ അച്ഛൻ തോറ്റത്. നിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിൽ മാത്രമല്ല, പരലോകത്തുള്ള നിന്റെ അമ്മയുടെ മുമ്പിലും. അവള് മരിക്കുന്നതിന് മുമ്പ് എന്റെ കൈ പിടിച്ച് പറഞ്ഞിട്ടാ പോയത്, നമ്മുടെ മോളെ ഒരു നെല്ല കയ്യിലെ പിടിച്ചേൽപ്പിക്കാവൂന്ന്. അവൾക്ക് കൊടുത്ത വാക്കുപോലും പാലിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ അച്ഛന്. ദാസേട്ടൻ പറഞ്ഞതാ ശരി. കല്യാണിക്കറിയോ, അയാളൊരു മദ്യപാനി മാത്രമല്ല, അമ്മയും പെങ്ങളെയും കൂടെ തിരിച്ചറിയാത്തവനാ. അയാളെ വഴിയിൽ ആൾക്കാർ തടഞ്ഞു വെച്ച് തല്ലിയത് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കിയതിനാ, അല്ലാതെ മദ്യപിച്ച് ബഹളം വെച്ചതിനല്ല. അങ്ങനെയുള്ളൊരുത്തന്റെ കൂടെ ദാസേട്ടൻ നിന്നെ പറഞ്ഞയക്കുമ്പോ മുകളിലിരുന്ന് ശപിക്കും, നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. അച്ഛാ, എന്തൊക്കെയാ ഇത്? ഇതെങ്ങനെ അഖിലാമ്മയോട് അറിഞ്ഞോ? എല്ലാം തലയിലെടുത്ത് വലിയ നടക്കൂ. ഇനി മേലും കീഴും നോക്കാൻ നിൽക്കണ്ട, ഒഴുക്കിനൊപ്പം നീന്ത, അതേ വഴിയുള്ളൂ. സുജാതെ, ദാസേട്ടാ, ഒന്നിങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനാ. ശരി. എന്താ ദാസേട്ടാ? അത് സുജാതെ, എനിക്കെന്റെ കല്യാണി നീ ഒരുപോലെ തന്നെയാ. അറിയാലോ, കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുവരെ നീ കല്യാണിയുടെ കൂടെ തന്നെ വേണം. അമ്മയില്ലാത്ത കുഞ്ഞാവള്. ദാസേട്ടൻ വിഷമിക്കണ്ട, ഞാൻ കല്യാണിയുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അയാള്... അറിയാം, അതുകൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. ചന്ദ്രൻ സുജാതെ ഉപദ്രവിച്ചു എന്ന് തൽക്കാലം കല്യാണി അറിയരുത്. കാരണം അത് നീയാന്നറിഞ്ഞ എന്റെ മോൾക്ക് ഒരുപാട് സങ്കടാവും. അതുകൊണ്ടാ. ശരി ദാസേട്ടാ, ഞാൻ പറയില്ല. പക്ഷേ ചോദിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. പാവം കല്യാണിക്ക് ഇങ്ങനൊരു കല്യാണം വേണമായിരുന്നോ? അവൾക്ക് വിവരമില്ലെങ്കിലും ദാസേട്ടൻ എന്തിനാ അതിന് സമ്മതിക്കാൻ പോയത്? നീ ചോദിച്ചത് കറക്റ്റാ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം അത്. ഈ സമ്മതം ഒരച്ഛന്റെ കടമ തീർത്ത് വിടലായി നിനക്കും തോന്നിയല്ലേ? അതല്ല ദാസേട്ടാ, ഞാൻ... അറിയാം, എന്റെ മോൾക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. അവളത് ആർക്കൊക്കെയോ വേണ്ടി കുഴിച്ചു മൂടുകയാണ്. അഖിലാമ്മയുടെ നൽകിയ വരം നിറവേറ്റി കൊടുക്കുകയാണ് അവളുടെ ലക്ഷ്യം. അതാ താലി കെട്ടാൻ പോകുന്ന ആള് മദ്യപാനിയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും അവൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാത്തത്. എപ്പോഴൊക്കെയോ ഈ അച്ഛന്റെ കർക്കശത്തിന് സ്വന്തം ചോരയുടെ മറുപടിയായിട്ടും തോന്നാറുണ്ട് എനിക്ക്. ഇനി എന്ത് പറയാനാ? ജീവിതം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടു പോയിന്ന് തോന്നുമ്പോ വിധി എന്ന ആശ്വാസവാക്കിൽ അഭയം തേടേണ്ടി വരും മനുഷ്യന്. അതാ ഇപ്പൊ ഈ ഡ്രൈവർ ദാസിന്റെ അവസ്ഥ.
സുജാത ബഹൻ, സുജാത ബഹൻ, എന്നോട് ക്ഷമിക്കണം. ഞാനെന്തോ മദ്യലഹരിയിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പ്ലീസ് സുജാത ബഹൻ, മാഫ് ദീജിയെ പ്ലീസ്. എന്നെ കൊല്ലുക അടിക്കോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് സുജാത ബഹൻ പറയണം. പറയാതെ ഞാൻ എണീക്കില്ല. പ്ലീസ് സുജാത ബഹൻ. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വെറുതെ നാടകം കളിക്കുന്നു. സോറി അങ്കിളെ, സോറി സോറി സോറി. അങ്കിൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഒരു ക്ഷമയില്ല. എന്റെ മോൾക്ക് ഒരു ബോധമില്ലാതായി പോയി. അവളിപ്പോ ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു ഞാൻ ദാസാരാന്ന്. തെമ്മാടി. സുജാത പോ. താൻ പോടോ ഓ. ഞാനിപ്പോ കരഞ്ഞു കാണിച്ചില്ലേ, ഇതൊരു നാടകം തന്നെയാ. പക്ഷെ ഇതുപോലെ താനിനി എന്റെ കാലിൽ വീണ് കരയാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്ക്. ഈ ചന്ദ്രപ്രതാപ് ആരാണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ബദ്മാസ് സാലേ. എത്ര ആലോചിച്ചിട്ടും ആ കല്യാണിയുടെ മനസ്സാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. കല്യാണിയുടേത് മാത്രമല്ല, നിന്റേതും. ഈ സാഹിത്യകാരന്മാരൊക്കെ പ്രഹേളിക എന്ന് പറയുന്നത് പോലെ ഉത്തരം കിട്ടാത്ത സംഭവമാണ് നിങ്ങളുടെയൊക്കെ മനസ്സ്. അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. കല്യാണിയെപ്പോലെ ഇക്കാലത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സുഖവും സ്വപ്നങ്ങളും ഒക്കെ ത്യജിക്കുന്നവർ കുറവാ. ഒരു കാര്യം ഉറപ്പാ, എന്റെ വാക്കും വരവും നിറവേറ്റാനാ അവൾ ഈ നിലപാടെടുത്തത്. സമ്മതിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എന്റെ മനസ്സും ഒരു പ്രഹേളികയാണെന്ന് കൃഷ്ണേട്ടൻ എന്താ പറയാൻ കാരണം? അതെനിക്ക് മനസ്സിലാവുന്നേയില്ല. അതെന്താ എത്ര പുതിയതായിട്ട് മനസ്സിലാക്കാൻ? കല്യാണി എടുത്ത ഈ തീരുമാനം നിനക്ക് വേണമെങ്കിൽ തിരുത്താമായിരുന്നു. നീ ഇത് ചെയ്യരുത് എന്ന് നിന്റെ ഒറ്റ വാക്ക് കല്യാണി അവിടെ സൈലന്റ് ആയി പോയ. പക്ഷേ നീ അത് ചെയ്തില്ല. ബ്രഹ്മയുടെ തികഞ്ഞ സ്വാർത്ഥത എനിക്കവിടെ കാണാൻ കഴിയും. ആനന്ദിൽ നിന്നും കല്യാണിയെ തന്ത്രപൂർവ്വം അകറ്റണമെന്ന സ്വാർത്ഥത. അതല്ലെന്ന് പറയാൻ നിനക്ക് പറ്റൂ? കൃഷ്ണേട്ടാ, ഞാനത് ന്യായങ്ങൾ പറയാൻ നീ ബുദ്ധിമുട്ടണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതേ ചെയ്യൂ. ഏതായാലും കല്യാണി തന്നെ കല്യാണിയുടെ തലവധി ചോദിച്ചു വാങ്ങിയിരിക്കുക. നമുക്കിനി ചെയ്യാനുള്ളത് അവൾക്കുണ്ടാകാവുന്ന പരിക്കുകൾ എത്രത്തോളം കുറയ്ക്കാമെന്ന് നോക്കല. നമുക്ക് ശ്രമിക്കാം. ബാക്കിയെല്ലാം അവളുടെ തലവധി പോലെ വരട്ടെ. ഞാൻ ഇറങ്ങുന്നു. ചേച്ചി, ചേച്ചി എന്നെ തിരക്കിന്ന സുജാത പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞു ചേച്ചി. നിന്റെ ഈ അനന്തരവൻ ചന്ദ്രപ്രതാപിന് മുംബൈയിൽ എന്ത് ജോലിയാണെന്നാ പറഞ്ഞത്? ഓ, തോലഞ്ഞു. അത് പിന്നെ എന്താ വിലാസിനി, നിനക്കറിഞ്ഞൂടെ അവൻ എന്താ ജോലിയെന്ന്? കഷ്ടമാണല്ലോ. അയ്യോ, അറിയാം ചേച്ചി. പിന്നെ അറിയാതെ അവൻ അവിടെ ഒരു വലിയ കമ്പനിയില് ഏതോ വലിയ ജോലിയാ. അതാ ഞാൻ ചോദിച്ചത്, ഏത് കമ്പനിയില് എന്ത് ജോലിയെന്ന്. വാട്ട് ഈസ് ഹിസ് ഡെസിഗ്നേഷൻ? വാട്ട് ഈസ് ഹിസ് പൊസിഷൻ? ഈശ്വരാ,
പണി പാൽപായസത്തിലാണല്ലോ. അവൻ അവിടെ വെറും ഗുണ്ടയാണെന്ന് പറഞ്ഞ ഇവരെന്നെ ജീവനോടെ കെട്ടിത്തൂക്കും. ആ പോസ്റ്റ് പോസ്റ്റ് ഓർത്തിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. നാവിന്റെ തുമ്പത്തിരിക്കുക. എന്നാലേ നാവീന്ന് അതങ്ങ് ഇറക്കി വിഴുങ്ങ്. അവനിനി ഏത് കമ്പനിയിൽ എത്ര വലിയ ജോലിയാണെന്ന് പറഞ്ഞാലും അവനോട് ആ ജോലി കളയാൻ പറയണം. അതെന്താ ചേച്ചി? മുംബൈയിൽ അവൻ എന്തെങ്കിലും പുതിയ ബിസിനസ് ഇട്ട് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ ചേച്ചിക്ക്? അല്ല, ഇപ്പൊ കല്യാണമൊക്കെ ആയിട്ടേ അവൻ ജോലി കൂടി കളഞ്ഞാ പിന്നെ അവരെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ജോലി കളഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരിക്കാനല്ല, അവൻ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓ അത് ശരി. അയ്യോ, മുംബൈയിലും നമുക്ക് കമ്പനി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. മുംബൈയിലൊന്നും അല്ല, ഇവിടെ തന്നെ, ഈ നാട്ടിൽ, ഈ സിറ്റിയിൽ. ചന്ദ്രപ്രതാപിന് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ മതി. അയ്യോ, കമ്പനിയോട് ചേർന്ന് അവർക്കൊരു ഫ്ലാറ്റും വാങ്ങിക്കൊടുക്കാം. കല്യാണി ഇവിടുത്തെ അടുക്കളയിൽ തന്നെ ജോലി തുടരട്ടെ. എന്താ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നിനക്ക്? ഇല്ല ചേച്ചി. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. അതിന് കാരണക്കാരൻ മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന നിന്റെ അനന്തരവൻ തന്നെയാ. ഇങ്ങനെയൊക്കെ കണ്ട സ്ഥിതിക്ക് എന്ത് ഉറപ്പിന്മേലാ അവനോടൊപ്പം കല്യാണിയെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്? കല്യാണി ഈ കല്യാണത്തിന് സമ്മതിച്ചത് അവന്റെ ചന്തം കണ്ടിട്ടല്ല, എന്നോടുള്ള വിശ്വാസം കൊണ്ടാണെന്ന് നീ മറക്കരുത്. ഓ, എന്ത് പറഞ്ഞാലും ഉണ്ടൊരു വിശ്വാസം. അവളങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ അഖിലാണ്ടേശ്വരി ആര്? ദേവി ആദിപരാശക്തിയാണോ? നിനക്കെന്താ ഒരു ആലോചന? നിന്റെ അനന്തരവനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കല്യാണി നമ്മുടെ കൺവെട്ടത്ത് തന്നെ ജീവിക്കണമെന്നാണ് എന്റെ തീരുമാനം. അയ്യോ, അവന് കൂട്ടുകാര് ചേർന്ന് പറ്റിക്കായിരുന്നു ചേച്ചി, അതല്ലാതെ. വേണ്ട, അവനിവിടെ കാണിച്ചു കൂട്ടിയതിന് ന്യായീകരണങ്ങളൊന്നും വേണ്ട. ഞാൻ കൊടുത്ത വരം നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നവളാ കല്യാണി. അങ്ങനെയുള്ള കല്യാണിയുടെ ജീവിതത്തിന് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ കല്യാണിയും ചന്ദ്രപ്രതാപും ഞങ്ങളുടെ കണ്ണെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവണം. ഈ കണ്ടീഷന് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ വിവാഹ ചടങ്ങ് നടക്കൂ. എങ്ങനെയെങ്കിലും അവളുടെ ശല്യം ഒഴിപ്പിക്കാന്ന് കരുതിയപ്പോ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ പോകുന്നു പോലും. ഏതായാലും ആദ്യം ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അഖിലേ, അത് കഴിഞ്ഞ് ചന്ദ്രൻ തീരുമാനിക്കും അവൾ എവിടെ വാഴണോന്ന്. നിനക്കെന്താ വീണ്ടും ഒരു സൈലൻസ്? ഈ കണ്ടീഷന് സമ്മതമല്ലേ? സമ്മതാണ് ചേച്ചി. അയ്യോ, എല്ലാം ചേച്ചി തീരുമാനിക്കുന്ന പോലെ മതി. സന്തോഷമായി. എന്തൊരാത്മാർത്ഥത! കിടി അഖിലാണ്ടേശ്വരി, നിന്റെ ഈ ആത്മാർത്ഥതയൊന്നും പോരാ ആ വേലക്കാരിയെ രക്ഷിക്കാൻ. ഈ കല്യാണം കഴിഞ്ഞ പിന്നെ അവൾ അടിമയാ, അടിമ. നിന്റെ അല്ല, ഈ എന്റെ. ഞാൻ അവളെ വറുത്ത് കോരാൻ പോകുന്നത് നരകത്തീയില, നരകത്തീയില്. അവ ഇതുവരെ പുറത്തിറങ്ങിയില്ലേ? ഇല്ല, വാതിൽ തട്ടി ഒച്ചപ്പാടായ അമ്മ അറിയും. സുബ്ബണ്ണും കൂടി വന്നിട്ട് നൈസായിട്ട് വിളിക്കുന്ന കരുതി. എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഈ കല്യാണിക്ക് എന്താ തലയ്ക്ക് ഓളമായോ? നീ പറഞ്ഞപ്പോ ആദ്യം ഞാനത് കളിയായിട്ടാണെന്നാ കരുതിയത്. ഏതായാലും അവളെ കാണിച്ചത് ശുദ്ധ നെറുകേടായിപ്പോയി. തീർച്ചയായും പ്രോ ആളാകെ തളർന്നു പോയി. സുബ്ബണ്ണ തലയ്ക്കൊരു ഇടിമിന്നലേറ്റ അവസ്ഥയില. വാ, നമുക്ക് നോക്കാം.
ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. ആ കല്യാണി കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. ബ്രോ ബ്രോ ഇത് എവിടെ പോകുന്നേ? നരകത്തിലേക്ക്. നീ എന്താ കൂടെ വരുന്നുണ്ടോ? മച്ചു, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. നീയൊക്കെ കൂടി വേഷം കെട്ടിച്ച് എന്നെ കൊണ്ട് ആടിച്ചത് വെറും ഒരു കോമാളിയുടെ വേഷമാണെന്ന ആട്ടത്തിനൊടുവിലാണ് ഞാൻ മനസ്സിലാക്കിയത്. കടന്ന് പൊക്കോണേ രണ്ടെണ്ണോ. ബ്രോ ഞങ്ങൾ നല്ലതിനു വേണ്ടി. ആരുടെ നല്ലതിന്? എന്റെയോ? എന്റെ നന്മയും മേന്മയൊക്കെ കഴിഞ്ഞു. ആനന്ദ് കൃഷ്ണന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഇരുട്ട്. എനിക്കല്പം വെളിച്ചം വേണം. അത് ഈ വീട്ടിലിരുന്നാ കിട്ടില്ല. ഇതൊരു കൊടുങ്കാട്. എനിക്ക് പോണം. പോവും ഞാൻ. പുറകെ വരരുത്. ബ്രോ 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. നോ വേണ്ട രവിന്ദേ, അവൻ പോട്ടെ, തടയരുത്. അതല്ല, കണ്ടില്ല സുബണ്ണ, ബ്രോ വണ്ടി പോലും എടുക്കാതെ. സാരമില്ലെന്നേ, അറിയാലോ, ആഗ്രഹിച്ചെല്ലാം നേടിയ ആനന്ദിന്റെ ശീലം. ഇതിപ്പോ അവളെ നേടിയെന്ന് കരുതിയിട്ട് തൊട്ടടുത്ത പ്രഭാവത്തിൽ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴുള്ള മനസ്സിന്റെ മുറിവില്ലേ, അതുണങ്ങാൻ അല്പം സമയം പിടിക്കും. ജസ്റ്റ് ലീവ് ഹിം അലോൺ. തടയാൻ നിന്ന അവൻ കൂടുതൽ വയലന്റ് ആവും. അവന് നടങ്ങും വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. നോക്കാം നമുക്ക്. തെറ്റാണ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് വിലയ്ക്ക് വാങ്ങുന്ന തെറ്റ്. നിവൃത്തിയില്ലഞ്ഞിട്ട് അമ്മേ. എന്റെ ജീവിതം ഏത് നരകത്തിലേക്ക് വീണാലും അഖില മേഡം തന്ന വരം എനിക്ക് നിറവേറ്റിയേ പറ്റൂ. എനിക്ക് ചുറ്റുമുള്ള ഒരാൾക്കും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയ്ക്കെങ്കിലും. അമ്മയ്ക്ക് മനസ്സിലാവില്ല. ചേച്ചി, ഇന്ന് ഈ നിമിഷം വരെ ചേച്ചി ഒരു കാര്യത്തിന് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് പറയാൻ തോന്നുന്നത് നേരെ മറിച്ച. ആ പാവം വല്യുഞ്ഞ് ചേച്ചി ഒന്നും ഇഷ്ടപ്പെട്ടു പോയി. അതാണ് ആകെ ചെയ്ത തെറ്റ്. അതിന് പക്ഷെ ആ ചന്ദ്രന്റെ മുമ്പിൽ ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ വല്യ കുഞ്ഞിന്റെ 7 അയലത്ത് പോകാനുള്ള യോഗ്യതയുണ്ടോ ചേച്ചിക്ക്? പഠിത്തമോ പണമോ സ്ഥാനമാനങ്ങളോ ഉണ്ടോ? ഇല്ലല്ലോ. ഒരല്പം തൊലി വെളുപ്പുണ്ടെന്ന് കരുതി ഭൂലോക രമ്പയാണെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബോറാണ് കേട്ടോ. സ്വന്തം നിലയും വിലയും മറന്ന് എത്ര പ്രാവശ്യ വല്യുവും ചേച്ചിയോട് ഇഷ്ടം പറഞ്ഞത്. എന്നിട്ടും അവസാനം ചേച്ചി ചതിച്ചു. നല്ല നാട്ടുഭാഷയെ പറഞ്ഞ ഉഗ്ര തേപ്പിന്റെ പണി. നടക്കട്ടെ. ഇനി അതിന്റെ കാര്യത്തിൽ ചേച്ചി മരിച്ചുപോയ അമ്മയുടെ മുമ്പിൽ ന്യായം പറഞ്ഞ് കരയരുത്. അമ്മ ക്ഷമിക്കില്ല. അമ്മ മാത്രമല്ല, ഞാനും. ഇപ്പോഴേ ഞാൻ പറയാ, ചേച്ചിയും ആ ഫ്രോഡ് ചന്ദ്രനും തമ്മിലുള്ള കല്യാണം കാണാൻ ഞാൻ വരില്ല. കൊന്നാലും വരില്ല ഞാൻ, കൊന്നാലും.
എന്റെ ചേച്ചി ഇങ്ങനെ ഒരു തേപ്പേരയായി പോയല്ലോ. കഷ്ടം തന്നെ.